ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്താലോ? എന്നാൽ വായോ, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ വേണം, ഒരു ഗ്ലാസ് വേണം, പിന്നെ ഒരു സ്കെച്ച് വേണം. പിന്നെ റെഡ് സ്കെച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം സർക്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ രണ്ടെണ്ണമാണ് സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു റെഡ് പെയിൻറ്റ് എടുക്കുക. റെഡ് പെയിൻ്റാണ് ഇപ്പോൾ ഫ്ലവറിന് നല്ല രസം, റെഡ് പെയിൻറ്റ് തന്നെയല്ലേ. എന്നിട്ട് ഇങ്ങനെ കസപ്പീസ രീതിയിൽ എല്ലാ സൈഡും നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ പെയിൻറ്റ് കൊടുക്കണം. എന്നിട്ടൊരു ഗ്ലാസ് എടുക്കുക, വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എല്ലാ സൈഡിൽ നിന്നും ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ഗം അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു പേപ്പർ വെക്കുക, പിന്നെയും ഗം അപ്ലൈ ചെയ്യുക. ഒരു പേപ്പർ വെക്കുക, പിന്നെയും ഗം അപ്ലൈ ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, ഗം അപ്ലൈ ചെയ്യുക. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് കുറേ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലേ ഒരു ഫ്ലവർ രീതിയിൽ കിട്ടുള്ളൂ. കുറേ ഒട്ടിച്ചെടുത്താലേ ഒരു ഭംഗിയും കിട്ടുള്ളൂ. ഫ്ലവറായിട്ട് നമുക്ക് വേണ്ടേ, അതിനാണ് ഞാൻ കുറേ ടിഷ്യൂ ഉണ്ടാക്കിയത്. ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ബാക്ക് സൈഡ്. എന്നിട്ട് നമുക്കിത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലാസ് അങ്ങോട്ട് മറിച്ച് പിടിച്ചിട്ട് ഇതിനിങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കണം. നമുക്ക് ഫ്ലവർ ഇട്ടിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ കണക്കിന് ഫ്ലവർ കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് വെകുന്നൊക്കെ ഉണ്ട്, എന്നാൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ കൈ വെച്ചിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.